പെരിന്തൽമണ്ണയിൽ അക്രമസംഭവങ്ങളിൽ വാദപ്രതിവാദവുമായി ഇരുമുന്നണികളുടെയും നേതാക്കൾ. മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ച മുഴുവൻ പ്രതികളെയും പിടികൂടിയില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, നിയോജകമണ്ഡലം UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ എന്നിവർ പറഞ്ഞു. MLAയും UDF നേതാക്കളും CPM പാർട്ടിയെ ആക്രമണകാരികളായി ചിത്രീകരിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ, പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E രാജേഷ് എന്നിവർ പറഞ്ഞു. ഞായറാഴ്ച രാത്രി മുസ്ലിം ലീഗ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുമുന്നണികളുടെയും നേതാക്കൾ പ്രതികരിച്ചു. UDF വിജയാഹ്ലാദ പ്രകടനത്തിനിടെ CPM ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്നാണ് നേതാക്കൾ പറയുന്നത്. തുടർന്ന് നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ലീഗ് ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. അണികളെ തിരുത്തുന്നതിന് പകരം ആക്രമണത്തിലേക്ക് നീങ്ങിയാൽ അംഗീകരിക്കാനാവില്ലെന്നും സംഭവത്തിന് പിന്നിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ പറഞ്ഞു. ഹോളിയിലെ ഒരു വിജയം ഉണ്ടായപ്പോൾ ലീഗ് ഓഫീസ് ആക്രമിച്ചു, ഇവിടെ ഒരു പരാജയം ഉണ്ടായപ്പോൾ വീണ്ടും ലീഗ് ഓഫീസ് ആക്രമിച്ചു. ഈ രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവർ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് അവരുടെ തെറ്റായ കാര്യങ്ങളൊക്കെ തിരുത്തി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. മറിച്ച് തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ ആക്രമിച്ചുകൊണ്ട് അവരുടെ ഈർഷ്യം തീർക്കലും നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണൂർ മോഡൽ ഒരു ആക്രമണം ഇവിടെ നടത്തിപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചെറിയ സംഭവമല്ല ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെ സ്വാഭാവികമായിട്ടും CPM ആക്രമിക്കുമ്പോൾ ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് അവിടെ വന്നിട്ടുള്ളത്. ആ ആളുകൾ പ്രകോപിതരായിട്ട് അവരുടെ ഓഫീസിന് നേരെ തിരിഞ്ഞ് അത് എറിഞ്ഞ് തകർക്കും, അതുവഴി വലിയൊരു പ്രശ്നം ഉണ്ടാക്കാം എന്നാണ് അവരാലോചിച്ചത്. പക്ഷേ ഇവിടെ നേതൃത്വം പറഞ്ഞപ്പോൾ നമ്മളെ ആളുകളൊക്കെ അത് പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് വളരെ സമാധാനപരമായിട്ട് കുത്തിയിരിപ്പ് നടത്തി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് പിരിയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇവിടെ 14ഓളം പ്രതികളാണ് തീരുമാനിച്ചിട്ടുള്ളത്, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, FIR ഇട്ടിട്ടുള്ളത്. അതിൽ 5 പേരെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളെ നിർബന്ധമായിട്ടും പിടിച്ചേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിനനുസരിച്ച സമര പരിപാടികളുമായി ബന്ധപ്പെട്ട് MLAയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിലെ നല്ല രാഷ്ട്രീയ സംസ്കാരം തകർക്കാനുള്ള നീക്കം നടക്കുകയാണെന്ന് മുൻ MLAയും CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ V ശശികുമാർ പറഞ്ഞു. MLA ഇവിടെ വന്നതിന് ശേഷം പെരിന്തൽമണ്ണയിലെ പൊളിറ്റിക്കൽ കൾച്ചറിന് തന്നെ ഒരു മാറ്റം വരുന്നുണ്ട്. ഞാനിപ്പോൾ പോയി ഓഫീസിൽ വരാൻ തുടങ്ങിയിട്ടൊരു 10-40 കൊല്ലമായി. ഇന്ന് വരെ ഈയൊരു സംഭവം ഇവിടെ ഈ പെരിന്തൽമണ്ണയിലുണ്ട്. അപ്പോൾ അത്തരമൊരു കൾച്ചർ ഇവിടെ വളർന്നു വരികയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നല്ലവരുണ്ടല്ലോ, അവരെ തിരിച്ചറിയണം. ഇത് നമ്മുടെ വള്ളുവനാടിൻ്റെ കൾച്ചറല്ല, ഇതൊരു ഹീനമായ രാഷ്ട്രീയമാണ്. അതിനെ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹകരണവും CPM. ലീഗ് ഓഫീസ് ആക്രമിച്ച പ്രതികളെ നിസ്സാര കേസുകൾ ചുമത്തി പുറത്തുവിട്ടാൽ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നിയോജകമണ്ഡലം UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ പറഞ്ഞു. ഇതിന് നിസാര വകുപ്പുകൾ ചാർത്തി ഭരണ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ ലഘൂകരിച്ച് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടുന്ന തരത്തിലേക്ക് പോയാൽ അത് വീണ്ടും UDF അതിന് ശക്തമായ രീതിയിൽ നേരിടും. അതിന് തക്കതായ വകുപ്പ് തന്നെ, അതിന് അർഹതപ്പെട്ട വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം ഏതാ വകുപ്പാണ് അതിന് ചാർത്തേണ്ടത് എന്നുള്ളത്. അത് ഭരണകക്ഷിയുടെ ആളുകളാണ് എന്നുള്ള നിലക്ക് അതിനെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്ന രീതിയിൽ ലഘൂകരിക്കുന്ന ഒരു നടപടിയിലേക്ക് പോയാൽ ഞങ്ങൾ വീണ്ടും ആലോചിക്കും എങ്ങനെ അതിനെ മറികടക്കണമെന്നുള്ളത്. പാർട്ടി ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല. CPM ആക്രമണം നടത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് CPM ഏരിയ സെക്രട്ടറി E രാജേഷ് പറഞ്ഞു. 2 തവണയായിട്ട് നമ്മുടെ പാർട്ടി ഓഫീസിന് നേരെ കല്ലേറുണ്ടാവുകയാണ്. നമ്മുടെ ഈ പാർട്ടി ഓഫീസ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട സാഹചര്യം പെരിന്തൽമണ്ണയിലില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അതറിഞ്ഞ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ ആളുകൾ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ വൈകാരികമായിട്ട് ഓരോ പാർട്ടി പ്രവർത്തകരും ഉണ്ടാകുന്ന ഒരു ഫീലിംഗാണ്. അപ്പോൾ ആ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആ പ്രകടനത്തിന് നേതൃത്വം കൊടുക്കാൻ ഞാനും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്യാമൊക്കെ തന്നെ മുൻനിരയിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഞങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ചില സംഭവങ്ങളുണ്ടായി. അത് ഇപ്പോൾ അതിൽ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ CPM ആക്രമണം നടത്തുന്നു എന്ന് വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും, കാസർഗോഡ്, നാദാപുരത്തുമൊക്കെ ലീഗ് നടത്തിയിട്ടുള്ള ആക്രമണം നമ്മളുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ഞങ്ങളെന്തായാലും ഈ ആക്രമണ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല.
മറ്റ് കാര്യങ്ങൾ ഭാവിയിൽ നമ്മൾ ആലോചിക്കും. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.